മംഗലാകുന്ന കർണനെ പോലെ ഒരു ആന അവിടെ നിലവ് നിൽക്കുന്നുണ്ട്. ആ മഞ്ഞ കളറ് കാണുന്നതാണ് വലിയ കാശ് ചെരിഞ്ഞത്. ഇതാണ് ഗുരുവായൂർ ഇന്ദ്രസൻ എന്ന് പറഞ്ഞിട്ടുള്ള ആന. ഗുരുവായൂർ ദേവസ്വത്തിൽ ഏറ്റവും കൂടുതൽ ഏക്കം കിട്ടുന്നത് ഈ ആനയ്ക്കാണ്. നല്ല ഭംഗിയുണ്ടല്ലേ. ദേവസ്വത്തിൽ നിന്ന് ഒരുപാട് പൂരത്തിന് പുറത്തേക്ക് പോകുന്നത് ഇന്ദ്രസനും ഗുരുവായൂർ നന്ദനാണ്. നല്ല ഭംഗിയുള്ളതുകൊണ്ട് തന്നെ ഒരുപാട് പൂരങ്ങൾക്ക് കൊണ്ടുപോകാറുണ്ട്, ഒരുപാട് പരിപാടികൾ കിട്ടാറുണ്ട്. നല്ല ഏക്കത്തുകയുണ്ട്. സ്വഭാവം അതേപോലെ നല്ല തന്നെയാണ്. നന്ദനും നല്ല തുകയുണ്ട്. ഒരുപാട് പരിപാടികൾ എടുക്കുന്ന ആന തന്നെയാണ്. ആ പിന്നിൽ കാണുന്നതാണ് ഗുരുവായൂർ ദാമോദരദാസ്. കഴിഞ്ഞ ദിവസം ഇവിടെ ഏതൊരു അമ്പലത്തിൽ പൂരത്തിന് പോയിട്ടുണ്ടായിരുന്നു. എന്നിട്ട് വന്ന് നിൽക്കണ നിപ്പാണ് പുള്ളിക്കാരൻ. അവിടെ വേറൊരു ആനുണ്ട്. ആനകൾക്ക് എന്തൊരു സുഖമല്ലേ, വെറുതെ നിൽക്കുക, പനമ്പട്ട തിന്നുക, അങ്ങനെ നിൽക്കുക. അതന്നെ കുറേ ആനകൾ ഇങ്ങനെ നിന്നുകൊണ്ടിരിക്കുകയാണ്, വെറുതെ പനമ്പറ്റുന്നു. ഒരാനേനെ കുളിപ്പിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ പാക്കാം. ആനേനെ കുളിപ്പിക്കുന്നത് കാണാൻ നല്ലൊരു ഭംഗിയാണ്. എത്ര നേരം വേണമെങ്കിലും നമ്മളിങ്ങനെ കണ്ടുകൊണ്ട് ഇരിക്കും. എന്ത് രസമല്ല ആന ഇങ്ങനെ കിടക്കുന്നത് കാണാൻ. ഇങ്ങനെ കിടക്കുമ്പോഴൊക്കെയാണ് ആനയുടെ എത്ര അടുത്തേക്ക് പോകാൻ പറ്റില്ല. അങ്ങനെ നിന്ന് കഴിഞ്ഞാൽ അങ്ങനെ ആനയുടെ അടുത്തേക്കൊന്നും പോകാൻ പറ്റില്ല. ഇവിടെ പല ആനകളുണ്ട്. കുറേ കാലമായിട്ട് കുളിക്കുന്നതായിട്ടുള്ള കുറേ ആനകളൊക്കെ നിൽക്കുന്നുണ്ട്. ഇതൊരു പെണ്ണാനയാണ്. ആനയുടെ പേരറിയില്ല, ഞാൻ പേര് കുറേ നോക്കി കണ്ടില്ല. ഇത് വേറൊരു ആന നിൽക്കുന്നു. കുറേ കാഴ്ചക്കാരൊക്കെ ഉണ്ട് കേട്ടോ ആനക്കോട്ടെ. ആനകളൊക്കെ ഇവിടെ പനമ്പട്ട തിന്നുകൊണ്ട് ഡാൻസ് ആടി കളിച്ചിട്ടൊക്കെ നിൽക്കണം. രസമല്ലേ, അവർക്കൊക്കെ ഒരു ഹോളിഡേ മോഡലാണ്. പാവം ആനകളാണ്, ശരിയൊക്കെ ആട്ടിട്ട് നിൽക്കുന്നുണ്ടല്ലേ. ആനക്കുട്ടിയായിരുന്നത്. ഇവിടെ ആനേനൊക്കെ കുളിച്ചൊരുക്കി നല്ല വൃത്തിയാക്കി വെച്ചിട്ടുണ്ട്. ആനയുടെ ആ നിൽക്കുന്ന സ്ഥലം കണ്ടില്ലേ, നല്ല വൃത്തിയാക്കി വെച്ചിരിക്കുന്നു അവരൊക്കെ. നല്ല രീതിയിൽ പാപ്പന്മാരെല്ലാവരും നോക്കുന്നുണ്ട് ആനേനെ. ഇവിടുത്തെ ആനകളുടെ ഒരു ഭാഗ്യമാണത്. വെറുതെ ഒരു പണിയില്ലാത്ത കാരണം തോന്നിയിട്ടുണ്ട് ഏത് നീട്ടിട്ട് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ആട്ടിക്കൊണ്ടിരിക്കുന്നത്. പണ്ട് കാലത്ത് ഇത് രാജാക്കന്മാരൊക്കെ താമസിച്ചിരുന്ന ഒരു കൊട്ടാരമാണെന്ന് തോന്നുന്നു. തൊട്ടപ്പുറത്തൊരു കോട്ടയൊക്കെ ഉണ്ട്. ഇവിടെ നല്ല അടിപൊളി കൊമ്പന്മാരൊക്കെ ഉണ്ട്. അപ്പോൾ പൂരത്തിന് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് ആളുകൾക്ക് നേരിട്ട് ഏൽപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഡിസ്കൗണ്ടൊക്കെ കിട്ടും തോന്നുന്നു, എനിക്കറിയില്ല. അതിന് വേറെ ഏജൻസികൾ ഉണ്ടോയെന്ന് അറിയില്ല. പിന്നെ ഏഷ്യയിലെ ഏറ്റവും വലിയ ആനത്താവളം ഇവിടെ ഗുരുവായൂർ തന്നെയാണ്, വേറെ സ്ഥലത്തൊന്നുമില്ല. അത്യാവശ്യം ആനകൾ ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആനകൾക്ക് പനമ്പട്ട കൊടുക്കാൻ തന്നെ അത്യാവശ്യം രൂപ വേണം അവിടെ. എന്താ അല്ലേ, എവിടെ തിരിഞ്ഞാലും ആനകളാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും എല്ലായിടത്തും തിരിഞ്ഞാലും ആനകൾ തന്നെയാണ്. ഒറ്റ കൊമ്പുള്ള ആനകളുണ്ട്, രണ്ട് കൊമ്പുള്ള ആനകളുണ്ട്. ചില പ്രായ ആനകൾക്ക് പഴയ പോലെ കളിക്കാനൊന്നും വയ്യ. അവരൊക്കെ ഇങ്ങനെ പഴയതായിട്ട്. ആനക്കോട്ടയുടെ തൊട്ടപ്പുറത്തൊരു പറമ്പിൽ ആനേനൊക്കെ കെട്ടിയിടുന്നുണ്ട് കേട്ടോ.
ഒരു ഒറ്റക്കൊമ്പൻ ആനയാണ്. ആന കാലമായി അങ്ങനെ നിൽക്കുന്നത്. ഞാൻ ഇതിന് മുമ്പ് വന്നപ്പോഴും ആന അവിടെ തന്നെ നിൽക്കുന്നത് കാണാറുണ്ട്. ഒറ്റക്കൊമ്പനായ കാരണം വേറെ എഴുന്നള്ളിപ്പിനൊന്നും ആനനെ എഴുന്നള്ളിക്കാറില്ലെന്ന് തോന്നുന്നു. അവിടെ വേറെ കൂടുകളിൽ വേറെ ആനകളൊക്കെ നിൽക്കുന്നുണ്ട്. എന്തായാലും ഒരു വല്ലാത്തൊരു കാഴ്ച തന്നെയാണത്. കുറേ ആനകളെ അടുപ്പിച്ചടുപ്പിച്ച് കാണാം. അവരിങ്ങനെ തിന്നുന്നതും ഇങ്ങനെ കളിക്കുന്നതും ഒക്കെ കാണാം. കേരളത്തിൽ ആനകൾക്ക് വേണ്ടിയിട്ട് ഒരുപാട് പൈസ ചിലവാക്കുന്നുണ്ട്. അത് ഇവിടെയാണെന്ന് തോന്നുന്നു. അത്രയും പൈസ ചിലവാക്കുന്നുണ്ട്. ആനകളെ പരിപാലിക്കാൻ തന്നെ വേറെ പാപ്പന്മാർ തന്നെ വേണം. പാപ്പന്മാർക്ക് സാലറി കൊടുക്കണം. അങ്ങനെ കുറേ ചിലവുകൾ വേറെ. ഒരു കാലത്ത് ആനക്കൂട്ടിലേക്ക് അങ്ങനെ ക്യാമറ ഒന്നും ആൾക്കാർക്ക് പ്രവേശിപ്പിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. അതൊക്കെ നിർത്തലാക്കിയതായിരുന്നു. ഇപ്പോൾ വീണ്ടും ക്യാമറ ഒക്കെ പ്രവേശിപ്പിക്കാൻ തുടങ്ങി. കുഴപ്പമില്ല, കാരണം കുറേ ആളുകൾ വന്നു ഫോട്ടോ എടുക്കാൻ വരുന്നുണ്ട്. പുന്നത്തൂർ കോട്ട എന്ന് പറഞ്ഞ കോട്ടയുടെ പിൻവശമാണ് ഇത്. അതിലാണ് ആ ആന നേരത്തെ നിൽക്കുന്നുണ്ടായിരുന്നത്. ഇവിടെ പല ആനകൾക്കും കൂടുകളൊന്നും ഇല്ല കേട്ടോ. മരത്തിൻ്റെ ചുവട്ടിൽ തന്നെ കുറേ ആനകൾ നിൽക്കുന്നുണ്ട് ഇങ്ങനെ ഓപ്പൺ ആയിട്ടുള്ള ഏരിയയിൽ. ഇവർക്കൊക്കെ കൂട് വെച്ച് കൊടുത്തൂടെ എന്ന് എനിക്ക് തോന്നുന്നുണ്ട്. ഇത് കോട്ടയുടെ പിൻവശത്ത് നിൽക്കുന്ന വേറൊരു ആന തന്നെയാണത്. എന്താ പറയുക, എത്രയോ ആനകൾ, എത്ര തരം ആനകളാണ്. ഈ ആനകളെല്ലാം ബീഹാറിൽ നിന്നുള്ള ആനകളാണെന്ന് തോന്നുന്നു. കണ്ടു കഴിഞ്ഞ് ബീഹാറി ആനകളുടെ ലുക്കുണ്ട്. നാടൻ ആനകളായിട്ട് ഇതിൽ അധികം ആനകളൊന്നുമില്ല. ഇത് ഇവിടുത്തെ ആനക്കൂടാണ്. ആനക്കൂടിൻ്റെ അടുത്ത് ആ മരം കണ്ടോ, എന്ത് നല്ല ഭംഗിയല്ലേ കാണാം. ഇത് ആനകളുടെ വേസ്റ്റ് കിട്ടുന്ന സ്ഥലം. ഇതാണ് ആനക്കൂട്. ആനകളെ തന്നെ ചില നേരത്തെ ഇതിൻ്റെയൊക്കെ കയറ്റി നിർത്താറുണ്ട്. എന്തിനാണെന്നറിയില്ല, മണ്ണ് തിന്നാതിരിക്കാൻ വേണ്ടിയിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ചട്ടം പഠിപ്പിക്കേണ്ട കാര്യമൊന്നും ഇല്ല ഇവിടുത്തെ ആനകൾക്ക്. എല്ലാ ആനകളും ചട്ടം അറിഞ്ഞിരിക്കുന്ന ആനകളാണ്. ഇവിടെ വേറൊരു മോഴാന നിൽക്കുന്നുണ്ടല്ലോ, ചെറിയൊരു തേറ്റൊക്കെ ആയിട്ട്. അപ്പുറത്ത് വേറെയും ഒരു ആന നിൽക്കുന്നുണ്ട് കൂടിൻ്റെ ഉള്ളിൽ. അവിടേക്കൊന്നും പോകാൻ പറ്റില്ല. അതൊക്കെ കുറേ ദൂരമായിട്ടാണ് ആന നിൽക്കുന്നത്. അധികം ദൂരെ പോയാലും പണിയാണ്. ഒരു പട്ടെടുത്തൊന്ന് വീശി കഴിഞ്ഞാൽ നമ്മുടെ കാര്യം പോകും. എന്തായാലും നല്ല ഭംഗിയുണ്ടല്ലോ കാണാൻ ആനേനെ. ഗുരുവായൂർ അമ്പലത്തിലെ ആനകളൊക്കെ നല്ല ഭംഗിയുള്ള ആനകൾ തന്നെയാണ്. അതിൽ 30 ആനകൾ തന്നെ തോന്നുന്നു എഴുന്നള്ളിക്കുന്നുള്ളൂ. ബാക്കി ആനകളൊക്കെ അവിടെ അങ്ങനെ സ്ഥിരമായിട്ട് അങ്ങനെ നിൽക്കുന്നതാണ്. വയസ്സായ ആനകളും വയ്യാത്ത ആനകൾക്കും ആയിട്ട് അങ്ങനെ നിൽക്കുന്നുണ്ട്. പിന്നെ ബാക്കിയുള്ള ഒരുവിധ ആനകളിനെ അമ്പലത്തിൽ എഴുന്നള്ളിപ്പിങ്ങനെ കൊണ്ടുപോകാറുണ്ട്.
ആനകളേനൊക്കെ തിന്നാൻ എന്ത് പട്ടകമൊക്കെ കൊടുത്തിട്ട് പാപ്പന്മാരൊക്കെ എവിടേക്കോ പോയിരിക്കുന്നു. അല്ല, അല്ലെങ്കിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ആനയുടെ അടുത്ത് ഇത് പാപ്പന്മാരുടെ ആവശ്യമില്ലല്ലോ. കാരണം അവരനെ വെറുതെ എന്തിനാ അങ്ങനെ ബുദ്ധിമുട്ടിക്കണേ? അവർക്ക് തിന്നാനും കൊടുക്കുന്നുണ്ട്, രാവിലെ കുളിപ്പിച്ചും കൊടുക്കുന്നുണ്ട്. എല്ലാ ആനകളും വൃത്തിയായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. ഇവിടെ കുറച്ച് ചേച്ചിമാരൊക്കെ ഉണ്ട് കേട്ടോ, ഇതിൻ്റെ പണിക്ക് വരുന്ന ചേച്ചിമാരെ തോന്നുന്നു. ആനക്കൂട്ടയിൽ എവിടെ തിരിഞ്ഞാലും ആനകളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ക്യാമറ എടുത്തിട്ട് എവിടെ നോക്കിയാലും നല്ല ഫ്രെയിമുകളാണ്. വീഡിയോ എടുത്തിട്ട് മതിയാവണില്ല. വന്ന് ഇനി താഴെ ഇവിടെ